എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇനി കുറച്ച് മലേഷ്യൻ വീഡിയോകൾ കാണാം കേട്ടോ. എൻ്റെ മലേഷ്യൻ ജീവിതം തുടങ്ങിയിട്ട് 4 വർഷം ആവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ 12 വർഷത്തോളമായി മലേഷ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. വിവാഹശേഷം ഞാനും മലേഷ്യയിലോട്ട് പോരുകയായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ 2.5 വയസ്സുള്ള ഒരു മോളുണ്ട്. മലേഷ്യയിൽ ഞങ്ങളുടെ കുടുംബം എവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. യൂട്യൂബിൽ ഒരു കണ്ടന്റ് എന്നതിലുപരി ജീവിതത്തിലെ നല്ല ഒരു കാലഘട്ടം ചിലവഴിച്ച ഇവിടുത്തെ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പ് കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. മലേഷ്യയിലെ നെഗരി സെമ്പിലാൻ എന്ന സ്റ്റേറ്റിൽ നിളൈ എന്ന പ്ലേസിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. ഇവിടെ നിന്ന് മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ കൂലാലംപൂരിലോട്ട് 1 അവർ യാത്രയും ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് 45 മിനിറ്റ് യാത്രയുമാണ് ഉള്ളത്. ശ്രീ പൽമ വില്ല എന്നാണ് ഞങ്ങളുടെ ഈ റെസിഡൻഷ്യൽ ഏരിയയുടെ പേര്. പേരിൽ വില്ല ഉണ്ടെങ്കിലും കാഴ്ചയിൽ വില്ലകളുമായി യാതൊരു സാദൃശ്യവും ഇവിടുത്തെ ബിൽഡിങ്സിന് ഇല്ല. പിന്നെ എന്തുകൊണ്ടാവും ഇതിന്റെ പേരിൽ വില്ല എന്ന് വന്നതെന്ന് ആദ്യമായി ഒരു സംശയം തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇരുന്നപ്പോഴാണ്. ആ ഒരു സംശയത്തിന് ഈ വീഡിയോയിൽ വലിയ പ്രസക്തി ഇല്ലാത്തതിനാൽ പിന്നെ ആ ഒരു സംശയത്തിന്റെ പുറകെ പോകാൻ നിന്നില്ല. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിട്ടും മലേഷ്യയിലെ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്കിത് ഇന്ത്യ പോലെയുണ്ടല്ലോ എന്നൊരു ഫീൽ വരും. എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലോട്ട് വന്നാൽ കേരളം പോലെയുണ്ടല്ലോ എന്ന തോന്നൽ വരത്തക്ക വിധത്തിലുള്ള പച്ചപ്പും മലനിരകളും ഒക്കെയാണ് ചുറ്റുപാടും. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കേരളത്തിലെ കാലാവസ്ഥയേക്കാൾ വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. വർഷകാലം, വേനൽക്കാലം എന്നൊക്കെ നാട്ടിലുള്ളതുപോലെ ഇവിടെ ഇല്ല. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇവിടെ മഴ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുള്ള പ്രകൃതിയാണ് ഇവിടുത്തെ. കൃഷിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ മലേഷ്യ. ഞങ്ങൾ താമസിക്കുന്നതിനോട് ചേർന്ന് തെങ്ങിൻ തോപ്പുകളും പ്ലാവിൻ തോട്ടങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇതുപോലെ 5 ബ്ലോക്കുകളാണ് ഈ കോമ്പൗണ്ടിൽ ഉള്ളത്. അതിൽ 2ാമത്തെ ബ്ലോക്കിലാണ് കേട്ടോ ഞങ്ങളുടെ താമസം. വളരെ സെക്യൂർഡ് ആണ് ശ്രീ പൽമയിലെ ജീവിതം. 24 മണിക്കൂറും ടൈറ്റ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട് ഇവിടെ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം 3 BHK അപ്പാർട്ട്മെന്റ്സ് ആണ്. ഒരിക്കലും ഇടുങ്ങിയ ഒരു ഫീൽ തരാത്ത ഒരു നിർമ്മാണ ശൈലിയാണ് അപ്പാർട്ട്മെന്റുകൾക്ക് ഉള്ളിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഏരിയകളിലും. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കാനും ഒക്കെയായി ഒട്ടേറെ ക്രമീകരണങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. 10-15 മലയാളി ഫാമിലിയൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സമയം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫാമിലിയായി ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ ആശ്രയിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടാണ്. ഈവനിങ് ടൈമിൽ പുറത്തിറങ്ങി ഒരു റൗണ്ട് നടത്തവും ഇവയുടെ കളിയും ഒക്കെ കഴിയുമ്പോഴേക്കും 2.5-3 മണിക്കൂർ കഴിഞ്ഞു കിട്ടും. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കുട്ടികളുടെ പാർക്കും മുതിർന്നവർക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെറിയ രീതിയിലുള്ള ഫെസിലിറ്റിയും മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന 2 ഷോപ്പുകളും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഓഡിറ്റോറിയവും ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. ശ്രീ പൽമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുമ്പ് സൂചിപ്പിച്ചതുപോലെ പച്ചപ്പ് തന്നെയാണ്. അപ്പാർട്ട്മെന്റിന് ചുറ്റും മരങ്ങളും സസ്യങ്ങളും ഉള്ളതിനാൽ ഒരു റിസോർട്ട് ഫീൽ ലഭിക്കും. രാവിലെ നടക്കാനോ വൈകിട്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്യാനോ നല്ല അന്തരീക്ഷമാണ്. ഇവിടെ കുടുംബമായി താമസിക്കുന്നവർ കൂടുതലാണ്. കുട്ടികൾക്ക് കളിക്കാനും മറ്റുമായി ഒട്ടേറെ സ്ഥലവും സുരക്ഷിതമായ അന്തരീക്ഷവും ഉള്ളത് വലിയ ഗുണമാണ്. ഒരു വിദേശ രാജ്യത്തിലായാലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സ്ഥലം കിട്ടുമ്പോൾ അതൊരു വീടായി തന്നെ തോന്നും. ശ്രീ പൽമ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമാണ് നൽകുന്നത്. നമ്മുടെ അപ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ഒരു പ്ലാവിൻ തോട്ടമാണിത്. 12 മാസവും മലേഷ്യയിൽ ചക്ക കാണാറുണ്ട്. നാട്ടിലെ 1000-1500 രൂപയൊക്കെ ഇടത്തരം ഒരു ചക്കയ്ക്ക് ഇവിടെ വില വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് കുറവാകാം കേട്ടോ. നാട്ടിൽ അത്ര വില കൊടുക്കാത്ത ചക്കയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഇവിടെ ഹൈ സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ കാര്യക്ഷമമായി നടക്കാറുണ്ട്. സ്ഥിരമായി മാലിന്യം നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. മലേഷ്യയിലെ ശുചിത്വം കണ്ടാൽ പലർക്കും അത്ഭുതമാകും.
റോഡുകളിലെ വൃത്തിയും മാലിന്യ നിയന്ത്രണവും റീസൈക്ലിംഗ് സംവിധാനങ്ങളും വളരെ ക്രമബദ്ധമാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ അപ്പാർട്ട്മെന്റിന് ചുറ്റും ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികളുടെ കളിസ്ഥലമെല്ലാം ഒന്ന് കണ്ടുവരാം കേട്ടോ.